ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് ഇന്ത്യൻ 3 കണ്ടിരിക്കുകയാണ്. തഗ് ലൈഫ് കണ്ടിരിക്കുകയാണ്. തഗ് ലൈഫ് ഡയറക്റ്റഡ് ബൈ മണിരത്നം, റിട്ടൺ ബൈ മണിരത്നം ആൻഡ് കമൽ ഹാസൻ, പ്രൊഡ്യൂസ്ഡ് ബൈ മണിരത്നം ആൻഡ് കമൽ ഹാസൻ, പ്രൊഡക്ഷൻ കമ്പനീസ് ബൈ രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, മദ്രാസ് ടോക്കീസ്. എല്ലാം ഇത് കമൽഹാസനും മണിരത്നവും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടമാണ്. അപ്പൊ ഈ സിനിമ എന്താണെന്ന് പറയുമ്പോൾ, നായകൻ അതുമായിട്ടുള്ള എന്തെങ്കിലും സീക്വലോ പ്രീക്വലോ ആണോ? അല്ല, ഇതൊരു വേറെ സ്റ്റോറിയാണ്. വേറെ സ്റ്റോറി എന്താണ്? കണ്ടുമടുത്ത ഒരു ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമ. എന്താണ് നിങ്ങൾക്ക് അതിൽ നടക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നടക്കും എന്നെല്ലാം വളരെ പ്രഡിക്റ്റബിളായ, കണ്ടുമടുത്ത, ഒരുപാട് ക്ലീശകളുള്ള ഒരു ആക്ഷൻ ഗാങ്സ്റ്റർ ഡ്രാമ. അതാണ് തഗ് ലൈഫ്. സിനിമയെ കുറിച്ച് പറയുമ്പോൾ, കമൽ ഹാസൻ പുള്ളിയുടെ ഇപ്പോഴും ഈ വയസ്സിലെ ആ ഓറ, ആ ഒരു ലുക്ക്, സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറി, ഏറ്റവും ഇനി ഇഷ്ടമുള്ളത് ആ ഒരു രണ്ട് കണ്ണും കാണിക്കുന്ന സീൻസാണ്. അതിങ്ങനെ വിടർത്തി കാണിക്കുന്നതുണ്ട്. അത് പക്ക ഒരു എന്താ പറയുക, ഒരു എനർജി, ഒരു ഓറ കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഒരുപാട് മാസ് സീൻസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മാസ് സീൻസ് എല്ലാം കമൽഹാസനുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതെല്ലാം വളരെ കുറച്ച് സീൻസ് മാത്രമാണ്. എന്നാലും ചില സീൻസിലൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ മറഞ്ഞിട്ട് പെട്ടെന്നൊക്കെ വരുന്ന സീൻസൊക്കെ ഉണ്ട്. എല്ലാം ഭയങ്കര ലുക്ക്. ഒരു ഇന്റർവെല്ലിന് നടുക്കായിട്ടൊരു സീനൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിലും കുറച്ചുണ്ട്. അതിലൊരു ഹോളിവുഡ് നടന്റെ ലുക്കിലാണ് കമൽഹാസൻ വരുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, പുള്ളി ഡെഡിക്കേറ്റഡ് ആണ്. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ കഥ എന്ന് ആലോചിക്കുമ്പോൾ ഫ്ലോപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലോ വരുന്നുണ്ട്. പഴയ കഥ, പഴയ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ എന്താ രക്ഷ മീൻസ് എല്ലാത്തിലും രക്ഷ ഉണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ആക്ഷൻ സിനിമയിൽ എന്താണ്. നിങ്ങൾക്ക് സാധാരണ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എന്താണ് സ്റ്റോറി എന്ന് മനസ്സിലായി കാണും. ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല. ഇതിൽ പിന്നെ സ്പോയിലർ തരാനായിട്ടും ഇല്ല. കമൽഹാസൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് സിലംബരസൻ ടിആർ. സിലംബരസന്റെ ഇൻട്രോയ്ക്കാണ് സത്യം പറഞ്ഞ തിയേറ്ററിൽ കമൽഹാസനേക്കാളും കയ്യടി കിട്ടിയത് സിലംബരസന്റെ ചിമ്പുയുടെ ആ ഒരു എൻട്രിക്കാണ്. ചിമ്പുയുടെ ഓറയും സൂപ്പറായിരുന്നു. രണ്ടാമത് ആ ഇന്റർവെല്ലിന് ചിമ്പുവാണ് സ്കോർ ചെയ്യുന്നത്. ഇനിമേ നാന്താ ഇങ്കറിങ്കറായ ശക്തിവേൽ, പക്ക ഓറ. ഞാൻ തന്നെ കൊന്ന്, അതിന് കുഴപ്പമെന്ത്, കഥ ഞാൻ പറഞ്ഞല്ലേ. അങ്ങനെ ഒരു സീൻ വരുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ ചിമ്പു ഇതിലൊരു നല്ല കഥാപാത്രം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് മുമ്പ് ദുൽഖറിനാണ് വന്നിരുന്നത് ഈ റോള്. ദുൽഖറിന് എന്തായാലും പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് മാറിക്കാണും. അതുകൊണ്ട് പക്ഷെ ചിമ്പു സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ചിമ്പുവിന് വേണ്ടി കൂടെയാണ് ഈ സിനിമയ്ക്ക് പോയത്. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫിൽ ചിമ്പുവിനെ കാണുവാനില്ല എന്ന് വേണം പറയാൻ. മിന്നി മറിഞ്ഞ് ക്ലൈമാക്സിലാണ് പിന്നെ അവസാനം ചിമ്പു എത്തിയത്. മൂന്നാമതായിട്ട് വരുന്നത് തൃശ്ശയിലേക്ക് വരാം. തൃശ്ശയിലേക്ക് വരുമ്പം ഒരു ഷുഗർ ബേബി കോൺസെപ്റ്റ് പുള്ളിക്കാരൻ അറിയാലോ. പുള്ളിക്കാരൻ ഒരു പുതിയ കോൺസെപ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നേയിരിക്കും മണിരത്നം. അങ്ങനെ ഷുഗർ ബേബി കോൺസെപ്റ്റ് ആണ് ഇതിൽ കൊണ്ടുവരുന്നത്. അതായത് ഭാര്യയുള്ള ഒരാള് അഫെയർ ആയിട്ട് വേറൊരാള് അത് സ്വന്തം ഭാര്യ അറിയുന്നു. ഭാര്യയ്ക്ക് പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്നാൽ ഇട്ടേച്ചു പോകുന്നൊന്നുമില്ല. ആ ഒരു ജലസിയൊക്കെ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം. അത് ഒരു കോമൺ ആയിട്ട് കൊണ്ടുവരുന്നു ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു കോമണൈസ്ഡ് ആക്കുന്നു എന്നുപോലെ ചിലപ്പം ആ ഒരു ചുമ്മാ പടത്തിന് ഒരു ഫിക്ഷൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. ഇതിൽ ട്വിസ്റ്റ് ചിമ്പുവിന്റെ കൂടെയും തൃശ്ശ ഉണ്ടാവും കുറച്ചു നേരം. അതാണ് ഷുഗർ ബേബി ആണല്ലോ. അപ്പം എങ്ങനെ വേണമെങ്കിലും അതാണ്. ഇതിൽ പിന്നെ ഒരു ചെറിയ ടോക്കൊക്കെ ഉണ്ട്. സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കുന്നു, അങ്ങനെയൊക്കെ അതങ്ങനെ മാറിയൊക്കെ പോകും. പിന്നെ എഡ്യൂക്കേഷൻ, സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണം, അങ്ങനെയും ഉണ്ട്. ഇതിന്റെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട്, അല്ലെങ്കിൽ കോമഡി അല്ല, ഫണ്ണായിട്ട് എനിക്ക് തോന്നിയത് ചിമ്പുവും തൃശ്ശയായിട്ടുള്ള ഒരു സീനുണ്ട്. ഒരു 5 മിനിറ്റ് സീന്. ഇവർ മാത്രമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും.
അതായത് ഈ വിന്നെ താണ്ടി വരുവാലൊക്കെ സംസാരിക്കുന്ന പോലെ ഒരു ഫൈറ്റ് കോൺവെർസേഷൻ ഒരു കപ്പിൾസ് അല്ല, ഏതായാലും ഒരു ആ ഒരു ഇങ്ങനെ നിന്നെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നിന്നെ പറ്റൂല, അങ്ങനെ കുറെ അതുപോലത്തെ കുറെ ഡയലോഗും കാര്യങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ആ റോളും ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ വരുമ്പോഴേക്കും അഭിരാമിയിലെ വരും. അഭിരാമിക്ക് കമലഹാസന്റെ ഭാര്യയായിട്ടാണ് വരുന്നത്. വലിയ വ്യത്യാസമുള്ള റോളൊന്നും ഇല്ലെങ്കിലും അവസാനം ഓർമ്മയില്ലാത്ത ഒരു കോമ റോളിലേക്ക് എത്തും. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ചുള്ള ഗുണമൊന്നുള്ള റോളൊന്നുമില്ല. ഡയറക്ടറിലേക്ക് വരുമ്പോൾ മണിരത്നം സാർ എന്താണ് നിങ്ങൾ കാണിച്ചു വച്ചിരിക്കുന്നത്? ക്യാ അപരാധ് ഹേ. പഴയ ഗാങ്സ്റ്റർ ആക്ഷൻ ആ സാധനങ്ങളൊക്കെ ഇട്ട് മസാല ഇട്ട് കുഴപ്പിച്ച് അങ്ങനെ ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ് സിനിമയാണ്. സത്യം പറഞ്ഞ ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ് സിനിമ. ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടിരിക്കാൻ, സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴേക്കും ഒരു ഇന്ത്യൻ 3 എനിക്ക് തോന്നുന്നു ശങ്കർ കഥ ബാക്കി മണിരത്നത്തിന്റെ കൊടുത്തെന്നാണ് തോന്നുന്നത്. ഒരു ഇന്ത്യൻ 3 ആണ് ബാക്കി ഓടിയത്. വന്നിട്ട് ഇങ്ങനെ മാർഷ്യൽ ആർട്സ് ഇതൊക്കെ കമലഹാസന്റെ കുറെ സാധനങ്ങളോട്ട് ആ മുടിയും ഗെറ്റപ്പൊക്കെ ബോറായിരുന്നു. ഒരു രീതിയിൽ അത് വേണ്ടായിരുന്നു. പിന്നെ ആ സെക്കൻഡ് ഹാഫിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലൊരു സ്റ്റണ്ട് പക്കയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കമലഹാസൻ, സൂപ്പറായിരുന്നു. പിന്നെ AR റഹ്മാൻ മ്യൂസിക്കിലേക്ക് വരുമ്പം 5 വണ്ണ പൂവെ നിങ്ങൾ ഒരിക്കലും ആ പാട്ട് കണ്ണടച്ചുകൊണ്ട് കേൾക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഫീൽ ചെയ്തു പോകും. ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും, ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളിലായിരിക്കും, ചിലപ്പോൾ ഫാമിലിയുടെ കാര്യങ്ങളായിരിക്കും. ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലായിട്ട് നിങ്ങൾ ഫീൽ ചെയ്തു പോകും. ഞാൻ ഈ 5 വണ്ണ പൂവ് തിയേറ്ററിൽ വീണപ്പോൾ ഞാൻ ഇന്ന് കണ്ണടച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാൻ ആ ഒരു മൈൻഡ് ഔട്ടായി. ഞാൻ ഒരു ഫ്രണ്ട്സിന്റെയും ആ ഒരു ഫാമിലി അങ്ങനെ ആ ഒരു ഇതിലേക്ക് പോയി. ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ഒരു മൈൻഡ് ബ്ലോ ആവും. അമ്മാതിരി സാധനമാണ് ആ പാട്ട്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ പരമാവധി കണ്ണടച്ച് വെച്ച് കേട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷുവറായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഏറാമാനില് ഈ പാട്ടുകൾ കുറെ ഞാൻ പ്രതീക്ഷിച്ചു. സിനിമയിലേ ഒന്നുമില്ല, പാട്ടെങ്കിലും എന്തെങ്കിലും വരുമെന്ന് നോക്കിയപ്പോൾ പാട്ടും ഒന്നും വന്നില്ല. പാട്ട് മറ്റേ മുത്തമഴ അത് പിന്നെ ജിങ്കിച്ച പാതിയിലെ ഇട്ടിട്ട് പോയി, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിൻവള്ളി നായകയൊക്കെ ഒരു വരിയിലൊക്കെ ഇട്ടിട്ട് പോയി, എവിടെ എന്തോ. പിന്നെ വലുതായിട്ട് BGM കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മോശമാക്കിയിട്ടുമില്ല. സിനിമ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ചവച്ചരച്ച് വെച്ചിരിക്കുകയാണ് സിനിമയെ. കൊടുത്ത ബിൽഡപ്പിനോ ഹൈപ്പിനോ ഒന്നുമില്ല സിനിമയിൽ. എല്ലാവരും ജോജു ജോർജ് ഉണ്ട് സിനിമയിൽ. ജോജു ജോർജിന്റെ റോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മലയാളി റോൾ തന്നെയാണ് പുള്ളിക്കാരൻ. എനിക്കൊരു തമിഴിൽ വരുമ്പോൾ ഒരു മലയാളി സെറ്റപ്പ് തന്നെ വരുന്നു എന്നൊരു, എല്ലാ സിനിമയിലും ഒരു മലയാളി സെറ്റപ്പാണ് വരുന്നത്. ഞാൻ കാഞ്ഞിരപ്പള്ളി പത്രോസ്, അങ്ങനെ ഒരു മലയാളി സൗണ്ടും അല്ലെങ്കിൽ മലയാളിയുടെ ആ ഒരു സിഗ്നേച്ചറാണ് വരുന്നത്. തമിഴ്നാട്ടിലൊരു തമിഴനായിട്ട് അങ്ങനെ ഒരു ഇതൊന്നും വരുന്നില്ല. പിന്നെ ഈ സിനിമയിൽ കമലഹാസൻ ചത്ത് മരിച്ചിട്ടൊക്കെ വരുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ചിരിയാണ് എനിക്ക് വന്നത്. മൊത്തത്തിൽ സിനിമ തക്ലീഫ് തരരര അതുപോലെ താഴ്ന്നു പോവോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അപ്പോൾ നിങ്ങളും കണ്ട അഭിപ്രായം പറയാ. തക്ലീഫ് തരരര.